ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള ഗ്യാസ് സേവിങ് ടിപ്സുമായിട്ടാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്, പക്ഷേ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവാത്തതായിരിക്കും ചിലപ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒട്ടുമിക്ക ഭക്ഷണം പാകം ചെയ്യുന്നത് ഗ്യാസ് അടുപ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാകം ചെയ്യുമ്പം അത് എന്ത് തന്നെ ആയിക്കോട്ടെ, കറിയായാലും ചോറായാലും ഒക്കെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുമ്പം അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് സമയം അധികം എടുക്കാതെ തന്നെ നമ്മൾ എന്താണ് വെള്ളമൊക്കെ തിളയ്ക്കാൻ വെച്ചാൽ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിലൂടെ കുറച്ച് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നതും അടച്ച് വെക്കാതെ വേവിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. സമയം അധികം എടുക്കില്ല. അടച്ച് വെച്ച് വേവിക്കുമ്പം അധികം സമയം എടുക്കില്ല. വെള്ളം തിളയ്ക്കാനായാലും കറി തിളയ്ക്കാനായാലും ഒന്നും അധികം സമയം എടുക്കാതെ തന്നെ അത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അരിക്ക് വെള്ളം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ ഒരു പാത്രത്തിൽ വേറെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അരിൻ്റെ വെള്ളം തിളയ്ക്കുന്ന അതേ സമയത്ത് തന്നെ മുകളിൽ വെച്ചിട്ടുള്ള വെള്ളവും കൂടെ തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് ചായക്കായാലും അല്ലെങ്കിൽ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെക്കാനൊക്കെ ആയാലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അരിക്ക് വെള്ളം ഇട്ട സമയത്ത് തന്നെ മുകളിൽ ഒരു പാത്രത്തിലൂടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തിളപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കതിലൂടെ ഒത്തിരി ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ അരീൻ്റെ വെള്ളം വെച്ച സമയത്ത് തന്നെ ആ പാത്രത്തിലും കൂടെ വെള്ളം വെച്ചത് കാരണം ആ വെള്ളം പെട്ടെന്ന് തന്നെ അരീൻ്റെ വെള്ളം തിളയ്ക്കുന്ന അതേ സമയത്ത് തന്നെ അതും കൂടെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഫ്ലാസ്കിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ റേഷൻ കടയിലെ അരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി പിടിച്ചു പോകും. ഒട്ടി പിടിച്ചു പോകുന്നതിന് നമുക്ക് ഒരിത്തിരി ഉപ്പിടുവാണെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചു പോവില്ല കേട്ടോ. ഒറ്റയായിട്ട് തന്നെ കിടക്കും. അതേപോലെ തന്നെ അരിയൊക്കെ വേവിക്കുമ്പോൾ മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാനും ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു തുണിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റും ഒന്ന് ഇതിങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അരി തിളച്ച് മറിയില്ല കേട്ടോ. അരി തിളച്ചാലും അത് പുറത്തേക്ക് തൂവത്തില്ല. പുറത്തേക്ക് തൂവിയാൽ നമ്മളെ ഗ്യാസിലേക്കൊക്കെ അത് വീണിട്ട് അത് എന്താ പറയുക, കരട് കുടുങ്ങിയ പോലെ ഗ്യാസ് ശരിക്കും കത്താതെ ആയിപ്പോവും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും പാകം ചെയ്യുമ്പം അതിലേക്ക് ഇടാനുള്ള മസാലയും ഉപ്പും എല്ലാം അടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഗ്യാസ് കത്തുന്ന സമയത്ത് നമുക്കത് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യം വരില്ല. അടുത്ത് തന്നെ വെക്കുമ്പം അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ കറിയിലേക്കൊക്കെ ആയാലും എടുത്തിടാം കേട്ടോ. ചായപ്പൊടി ആയാലും പഞ്ചസാര ആയാലും ഒക്കെ തന്നെ അടുത്ത് തന്നെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലത്തെ പാനൊക്കെ എന്തായാലും ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. നമ്മൾ പാനൊക്കെ ഉപയോഗിക്കുമ്പം ഇതേപോലെ കഴുകി നമ്മൾ വേഗം ഗ്യാസിലേക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ അവിടെ ഒരുപാട് ഗ്യാസ് ചിലവാകുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പാത്രമൊക്കെ വെക്കുമ്പം അതിലെ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ച ശേഷം വെക്കുക. അപ്പോൾ അത്രയും സമയം നമുക്ക് ഗ്യാസ് കത്തിപ്പോവില്ല. ഇങ്ങനെ തുടച്ചൊക്കെ ആകുമ്പം അത് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. വെള്ളം ഡ്രൈ ആയിട്ട് കിട്ടേണ്ട ആ സമയം അവിടെ വരില്ല കേട്ടോ. അടുത്തൊരു ടിപ്പാണ്, നമ്മളെ ഗ്യാസിന് ഇതേപോലെ വലിയൊരു അടുപ്പും ചെറിയൊരു അടുപ്പുമാണല്ലോ സാധാരണയായിട്ട് ഉണ്ടാവുക. അപ്പം വലിയ അടുപ്പിൽ വലിയ പാത്രം തന്നെ വെക്കുക. അത് വലിയ അടുപ്പിൽ നമ്മൾ ചെറിയ പാത്രം എടുത്ത് വെക്കരുത് കേട്ടോ. ചെറിയ പാത്രം നമ്മൾ വലിയ അടുപ്പിൽ വെക്കുമ്പം തീ പുറത്തേക്ക് കത്തിയിട്ട് ഗ്യാസ് നല്ലോണം ചിലപ്പായി പോകും കേട്ടോ. അതേപോലെ തന്നെ ചെറിയ അടുപ്പിൽ വലിയ പാത്രവും വെക്കാതിരിക്കുക. വലിയ പാത്രം വെക്കുമ്പം ഈ ഒരു പാത്രം ചൂടാവാനുള്ള സമയം എടുക്കും. അത്രയും ഗ്യാസ് അവിടെ നമുക്ക് ചിലവായി പോകും കേട്ടോ. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലത്തെ പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പരിപ്പായാലും പട്ടാണിയൊക്കെ ആയാലും കുതിർത്ത് വെക്കുക. പട്ടാണിയൊക്കെ ആണെങ്കിൽ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വിസിൽ തന്നെ വെന്ത് കിട്ടും. അതേപോലെ പരിപ്പാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇത്തിരി വെള്ളത്തിലൂടെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അതും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനത്തെ പയർ വർഗ്ഗങ്ങളൊക്കെ കുക്കറിൽ തന്നെ വെക്കുക. അപ്പോൾ അവിടെ നമുക്ക് അധികം സമയം എടുക്കില്ല ഇതൊക്കെ ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അത്രയും ഗ്യാസ് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതേപോലത്തെ മൺകലമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവില്ലേ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൺകലം ഗ്യാസിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും നമ്മൾ മീൻകറി ആയാലും ഇറച്ചിക്കറിയൊക്കെ ആയാലും ഈ ഒരു മൺകലത്തിൽ വെക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം മൺകലമൊക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ മൺകലം നല്ലപോലെ തുടച്ചിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പോക്കിയ ശേഷം ഗ്യാസിലേക്ക് വെക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചൂടായിട്ട് വരും. അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ നാറി ഒരു ഡ്രൈ ആയി കിട്ടണമെങ്കിൽ അത്രയും ഗ്യാസ് നമുക്ക് അവിടെ ചിലവാകും കേട്ടോ. പിന്നെ മൺകലം ഇത്രയും കട്ടിയായതുകൊണ്ട് ഇതിന് ചൂടായി വരാനും ഒരുപാട് സമയം എടുക്കും കേട്ടോ. അപ്പോൾ മൺകലം ഗ്യാസിൽ വെക്കാതിരിക്കുന്നതിനാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ പോക്കി ഒന്ന് ആറ്റിയെടുത്ത ശേഷം വെക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്യാസ്
എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് തന്നെ വെക്കുക കേട്ടോ. ഈ ഒരു ബർണർ എപ്പോഴും ക്ലീൻ ചെയ്യരുത്, തുരുമ്പ് പിടിച്ചു പോവും. ഇത് നമ്മൾ മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രം ക്ലീൻ ചെയ്യുക കേട്ടോ. ഈ ഒരു ബർണർ നമ്മൾ എപ്പോഴും വെള്ളത്തിലാക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിച്ചു. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാതെ ഇടരുത്. ഇതിൻ്റെ ഉള്ളിൽ കരടൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്യാസ് ശരിക്കും കത്തില്ല കേട്ടോ. അപ്പോൾ കത്തിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഹോൾസിലൂടെ ഗ്യാസ് ചിലവായി പുറത്തേക്ക് പോകും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ കരടൊക്കെ ഉണ്ടാവും. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിരുന്നില്ല, കാരണം ഞാൻ 2 ആഴ്ച മുന്നേ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ടിപ്പിലൂടെ നമ്മളിത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നോ ബർണർ ഉണ്ടായിരുന്നത്, ഒരു സ്വർണ്ണ കളറായിരിക്കില്ലേ, ഈ ഒരു കളറിൽ തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരു ദിവസം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഇതേ രൂപത്തിലേക്കായിട്ട് മാറും കേട്ടോ. ഒരു ദിവസത്തേക്ക് മാത്രമേ ആ കളറ് നിലനിൽക്കുള്ളൂ. അപ്പം ഞാനത് 2 ആഴ്ച മുന്നേ ക്ലീൻ ചെയ്തതുകൊണ്ട് ഞാനിപ്പം ക്ലീൻ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ കരടും കാര്യങ്ങളൊന്നുമില്ല ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ തീ കത്തും കേട്ടോ. കരടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആയിട്ട് തീ കത്താതിരിക്കും. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തതിനെ കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കരടൊന്നുമില്ല. അപ്പോൾ അത് കാരണം തന്നെയാണ് ഇത് നല്ല രീതിക്ക് കത്തുന്നത്. അപ്പോൾ നിങ്ങൾ കത്തിച്ച് നോക്കുക. അവിടെയൊക്കെ കത്താതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്യാസിൻ്റെ ബർണറിൻ്റെ ഉള്ളിൽ കരട് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പം ഞാനിത് വൃത്തിയാക്കിയതിനെ കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈളൊക്കെ എടുത്തിട്ട് ഒന്ന് കുത്തിയൊക്കെ നോക്കുക. എവിടെയെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ ഈളെടുത്തിട്ട് കുത്തി നോക്കിയാലൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ബർണർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. നമ്മൾ പിഴിഞ്ഞിട്ട് ബാക്കിയുള്ള പുളിയൊക്കെ ഉണ്ടാവില്ലേ, ഈ ഒരു പുളി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഈ ഒരു തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒന്ന് ബർണർ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊരു 20 മിനിറ്റ് നേരം ഈ ഒരു വെള്ളത്തിൽ വെക്കുക. എന്നിട്ട് നമുക്കിത് ഈ ഒരു പുളീൻ്റെ വേസ്റ്റ് ഉണ്ടാവില്ല, ഈ ഒരു വേസ്റ്റും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് പേസ്റ്റും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഇത് കളറായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ എങ്കിൽ അത് നല്ല സ്വർണ്ണ കളറായിട്ട് കിട്ടും. ആ കളറ് നമുക്ക് ഒരു ദിവസം നമ്മൾ ഗ്യാസ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് തന്നെ ഇതേ രീതിയിൽ കറുത്ത് പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഗ്യാസ് സേവിങ് ടിപ്സോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചായയോ മുത്താറിയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമൃതം പൊടിയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ പരന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു തികച്ചും ഒരു 2 മിനിറ്റ് എടുക്കില്ല, അത്രയും സമയം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തണിഞ്ഞ് ചൂടാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.